നമസ്കാരം. ഇറാനെ തൊട്ടാൽ ട്രംപിന്റെ തലവെട്ടും. ട്രംപിനെ തകർക്കാൻ ഇറാന്റെ ചാവേർ ബോട്ടുകൾ. ഇറാനെ തൊട്ടാൽ ഇനി കളി മാറും. ട്രംപിന്റെ തലവെട്ടിത്തുള്ളുന്ന ഇറാനികളെ കാണേണ്ടി വരും. ഖമേനിയുടെ ചക്രവ്യൂഹത്തിൽപ്പെട്ട് ട്രംപിന്റെ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. കടലിൽ മൈനുകളും മലമുകളിൽ മിസൈലുകളും തീർത്ത് കാത്തിരിക്കുന്ന ഇറാൻ പട, US കപ്പലുകളെ തകർക്കാൻ ചട്ടം കെട്ടി നിൽക്കുന്ന ഇറാന്റെ ചാവേർ ബോട്ടുകൾ. ഇനി അമേരിക്കൻ സൈന്യം ഇറാന്റെ മണ്ണിൽ കാലുകുത്തിയാൽ ശവപ്പെട്ടികളിൽ മടങ്ങേണ്ടി വരുമെന്നുള്ളതാണ്. ഇറാനെതിരായിട്ടുള്ള സൈനിക നീക്കത്തിൽ അമേരിക്ക കടുത്ത പ്രതിസന്ധിയിലാണ് എന്നുള്ള മുന്നറിയിപ്പുകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അടക്കം നൽകുകയാണ്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന പേരിൽ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായിട്ട് നടത്തിയ ബോംബിങ്ങിന് തിരിച്ചടിയായിട്ട് ഇറാൻ ഹോർമൂസ് കടലെടുക്ക് ഉപരോധിച്ചതോടെ ലോക സമ്പദ് വ്യവസ്ഥ തന്നെ മുട്ടുകുത്തിയിരിക്കുകയാണ്. ബലപ്രയോഗത്തിലൂടെ കടലെടുക്ക് തുറക്കാൻ അമേരിക്ക ശ്രമിച്ചാൽ അത് വലിയ ജീവഹാനിക്കും ആഗോള പ്രത്യാഘാതങ്ങൾക്കും വഴിവെക്കുമെന്ന് ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഇവിടെ ഹോർമൂസ് കടലെടുക്ക് ബലപ്രയോഗത്തിലൂടെ പിടിച്ചെടുക്കാൻ അമേരിക്കയ്ക്ക് മുന്നിലുള്ള സൈനിക വഴികളെക്കുറിച്ചും അത്തരമൊരു നീക്കം വൻ ദുരന്തങ്ങൾക്ക് വഴിവെക്കുന്നത് എങ്ങനെയുമെന്നുമാണ് ഇപ്പോൾ ഈ പറയുന്ന പല റിപ്പോർട്ടുകളും നമുക്ക് മുന്നിൽ വരുന്നത്. ലളിതമായിട്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് അതിശക്തമായിട്ടുള്ള പ്രതിരോധമാണ് ഇറാൻ തീരങ്ങളിൽ ഒരുക്കിയിരിക്കുന്നത്. അതായത് ഏത് സൈനിക നീക്കത്തെയും തടയാൻ ശേഷിയുള്ള 3 പ്രതിരോധ നിരകളാണവ. വെറും 35 മൈൽ മാത്രം വീതിയുള്ള കടലിടുക്കിന്റെ പ്രത്യേക മുതലെടുത്ത് ആ പ്രത്യേകത മുതലെടുത്തുകൊണ്ട് ജലോപരിതലത്തിലും അടിയിലുമൊക്കെ വിതറുന്ന മൈനുകൾ കപ്പൽ യാത്ര അതീവ അപകടകരമാക്കുന്ന തരത്തിലേക്ക് എത്തപ്പെടുന്നു. അപ്പോൾ ഈ സ്ഫോടക വസ്തുക്കൾ കപ്പലുകൾ കടന്നു പോകുമ്പോൾ പൊട്ടിത്തെറിക്കും. കടലിടുക്കിന്റെ വീതിക്കുറവിനെയാണ് ഈ സംവിധാനം പ്രയോജനപ്പെടുത്തുന്നത്. ഏറ്റവും വീതി കുറഞ്ഞ ഭാഗത്ത് ഇതിന് വെറും 35 മൈൽ മാത്രമാണ് വീതിയുള്ളത്. അപ്പോൾ ഇതിവിടെ മൈനുകൾ സ്ഥാപിക്കുന്നതിന് വളരെ എളുപ്പമാക്കുന്നു എന്നാണ്. കുറച്ച് സ്ഫോടക വസ്തുക്കൾ മതിയാകും ആ പാതയിലൂടെയുള്ള കപ്പൽ യാത്ര എന്ന് പറയപ്പെടുന്നത് അതീവ അപകടകരമാക്കാൻ. അത്രത്തോളം ശേഷിയുള്ള മൈനുകൾ കടലിൽ തന്നെ കുഴിച്ചിട്ടിരിക്കുന്നു, നാവിക മൈനുകൾ. അപ്പോൾ ഇറാനിയൻ തീരത്തെ ഉയർന്ന മലനിരകളിൽ ഒളിച്ചിരുന്നു കൊണ്ടുള്ള മിസൈൽ ആക്രമണങ്ങൾ വളരെ കൃത്യമായി നടത്തുവാൻ ഇറാന് കഴിയുമെന്നുള്ളൊരു പ്രത്യേകത കൂടി അതിനകത്തുണ്ട്. സ്ഫോടക വസ്തുക്കളും മെഷീൻ ഗണ്ണുകളും ഘടിപ്പിച്ച ചെറുകിട ബോട്ടുകൾ കൂട്ടത്തോടെ ആക്രമണം നടത്തിയാൽ വലിയ അമേരിക്കൻ യുദ്ധക്കപ്പലുകളെ പോലും തകർക്കാൻ ശേഷിയുണ്ട് അവയ്ക്ക്. ഏതൊരു അധിനിവേശ സേനയ്ക്കും കരയിൽ കാലുകുത്തുന്നതിന് മുൻപ് ഈ പറഞ്ഞ ഭീഷണികളെയെല്ലാം നിർവീര്യമാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അമേരിക്കയ്ക്ക് മുന്നിലുള്ള 4 അപകട വഴികൾ എന്ന് പറഞ്ഞാൽ, ബലപ്രയോഗത്തിലൂടെ കടലെടുക്ക് തുറക്കാൻ ശ്രമിച്ചാൽ അമേരിക്കയ്ക്ക് മുന്നിലുള്ള വഴികളെല്ലാം തന്നെ വലിയ വെല്ലുവിളികളായി മാറുമെന്നുള്ളതാണ്. ഇവിടെ ഓസ്പ്രേ വിമാനങ്ങളും ഹോവർ ക്രാഫ്റ്റുകളും ഉപയോഗിച്ച് കടലിടുക്കിനുള്ളിലെ ചെറിയ ദ്വീപുകളിൽ നാവികസേനയെ ഇറക്കാം. എന്നാൽ ഇത് ഇറാനിയൻ മിസൈലുകളുടെ എളുപ്പത്തിലുള്ള ലക്ഷ്യമായി മാറും. ഇറാൻ തീരത്തോട് ചേർന്നുള്ള വലിയ ദ്വീപുകൾ ആക്രമിക്കുന്നത് കനത്ത ജീവഹാനിക്കും പോരാട്ടത്തിനും വഴിവെക്കും. മിസൈൽ കേന്ദ്രങ്ങളെ തകർക്കാൻ ഇറാനിലേക്ക് സൈന്യത്തെ അയക്കുന്നത് ഏറ്റവും വലിയ അപകടമാണ്. ശക്തമായ പ്രതിരോധമുള്ള മലനിരകളിൽ യുദ്ധം ചെയ്യുന്നത് അമേരിക്കൻ സൈന്യത്തിന് വലിയ തിരിച്ചടി ഉണ്ടാകും. ഇറാന്റെ 90% എണ്ണ സംസ്കരണവും നടക്കുന്ന ഖാർഗ് ദ്വീപ് പിടിച്ചെടുത്ത് അവരെ സമ്മർദ്ദത്തിലാക്കാം. എങ്കിലും ഇത് കടലിടുക്ക് തുറക്കുവാൻ സഹായിക്കില്ല എന്ന് മാത്രമല്ല, യുദ്ധം വഷളാക്കുകയും ചെയ്യും. ദ്വീപിലെ ഇറാനിയൻ പ്രതിരോധം വളരെ ശക്തമാണ് എന്ന് കരുതപ്പെടുന്നു. യുദ്ധക്കപ്പലുകളെയും ലാൻഡിംഗ് ക്രാഫ്റ്റുകളെയും തകർക്കുവാൻ ശേഷിയുള്ള മിസൈലുകൾ ഇതിൽ ഉൾപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുന്നതിൽ അമേരിക്ക വിജയിച്ചാൽ തന്നെ കടലിടുക്കിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നത് സ്വന്തം നിലയിൽ വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുമെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇറാന്റെ പ്രധാന ഭൂപ്രദേശത്തു നിന്നും തൊഴുത്തുവിടുന്ന ഡ്രോണുകളുടെയും മിസൈലുകളുടെയും ചില ദീർഘദൂര പീരങ്കികളുടെയും പരിധിയിലാണ് ഈ ദ്വീപുകൾ വരുന്നത്. അപ്പോൾ ഈ ദ്വീപുകൾ ഒരേ സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നതിനാൽ ഇറാന് ഇവയെ ആക്രമിക്കുക എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കൻ സൈനികർക്ക് പ്രതിരോധത്തിനായിട്ട് കഠിനമായിട്ട് പരിശ്രമിക്കേണ്ടി വരികയും ചെയ്യും. ഇവിടെ ഇറാന്റെ സംസ്കാരം തന്നെ നശിപ്പിക്കുമെന്ന് ഭീഷണി മുഴക്കിയ ട്രംപ് പെട്ടെന്ന് 2 ആഴ്ചത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് ഇതിനാലൊക്കെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ സൈന്യത്തെ അയക്കുന്നത് യുദ്ധം അവസാനിപ്പിക്കുന്നതിനേക്കാൾ അത് വഷളാക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതിനോടകം തന്നെ ജനപ്രീതിയില്ലാത്ത ഈ യുദ്ധഭൂമിയിൽ കൂടുതൽ സൈനികർ കൊല്ലപ്പെടുന്നത് അമേരിക്കൻ ഭരണകൂടത്തിന് താങ്ങാനാവില്ല. സൈന്യത്തെ അയക്കുന്നത് ഇറാനുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനേക്കാൾ അത് വഷളാക്കാനാണ് സാധ്യത. ചുരുക്കത്തിൽ ഹോർമൂസ് കടലിടുക്കിന്റെ കാര്യത്തിൽ നല്ല പോംവഴികളോ എളുപ്പമുള്ള വിജയങ്ങളോ നിലവിൽ അമേരിക്കയ്ക്ക് മുന്നിലില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കടൽ മൈനുകളും മലമുകളിൽ മിസൈലുകളുമായിട്ട് ഇറാൻ കാത്തിരിക്കുകയാണ്. US യുദ്ധക്കപ്പലുകളെ തകർക്കാൻ ചാവേർപ്പടകൾ റെഡിയായിട്ടിരിക്കുകയാണ്. ഇറാനെ തൊട്ടാൽ
ട്രംപിന്റെ തല വെട്ടുന്ന ഇറാനികൾ സജ്ജരാണ്. ട്രംപിനെ തകർക്കാൻ ഇറാന്റെ ചാവേർ ബോട്ടുകൾ റെഡിയാണ് എന്നുള്ളതാണ്.